നമുക്കത് പോയി അന്വേഷിച്ചാലോ? അതിനവിടെ വീടറിയണ്ടേ? അതൊക്കെ എനിക്കറിയാം അച്ചായ. എന്നാ വാ, നമുക്ക് പോവാം. വാടാ. ഓ ഞാനില്ല, ഒരു സ്മോൾ അടിച്ച് ഞാനിവിടെ ഇരുന്നോ? നിനക്ക് സ്മോളെ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം അച്ഛന്റെ ഘാതകനെ തിരിച്ചറിയാത്ത മകനുണ്ടോ? ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ കായൽ തീരത്തെ ഒരു കൊച്ചു വീട്ടിൽ വെച്ച് നീയും നിന്റെ സഹോദരന്മാരും കൂടെ ചേർന്ന് നശിപ്പിച്ച എന്റെ ഭാര്യയെയും നീ കായലിലെറിഞ്ഞു കൊന്ന എന്റെ കുഞ്ഞിനെയും നീ മറന്നു കാണില്ല. അതേതാ, ഞാൻ തന്നെ. എന്നൊന്നും ചെയ്യരുത്, എന്നൊന്നും ചെയ്യരുത്, എന്നൊന്നും ചെയ്യരുത്. കുടിക്കടാ. ശബ്ദിച്ചു പോകരുത്. വണ്ടി നിർത്തരുത്. നേരെ MG റോഡിലേക്ക് വിട്.
അനങ്ങേറിയ നിമിഷം നീ മരിക്കും. വണ്ടി നിർത്ത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മരിക്കുന്നതിന് മുമ്പ് ആരുടെ കൈകൊണ്ടാണ് നീ മരിക്കുന്നതെന്ന് അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടാകും. കമോ, തിരിഞ്ഞു നോക്ക്. അയ്യോ എന്റെ കണ്ണട! അയ്യോ എന്റെ കണ്ണട! എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. പ്ലീസ്, അയ്യോ പ്ലീസ് രവീന്ദ്ര, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ കണ്ണട തിരിച്ചു തരൂ. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടു. ഇറങ്ങണ പുറത്ത്. ഹലോ, ഫ്രെഡി ഹിയർ. എപ്പോ വന്നു? മോർണിംഗ് ഫ്ലൈറ്റിലോ? ഏത് ഹോട്ടലിലാണ് താമസം? ഞാനിതാ വരുന്നു. ഓക്കെ. അപ്പനിപ്പോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ആ രവീന്ദ്രൻ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അവനായിരിക്കും ഫെലിക്സിനെയും സ്റ്റീഫനെയും കൊന്നത്. എന്റെ 2 മക്കളും കൊല്ലപ്പെട്ടു. ഇനി നീ മാത്രമേ ബാക്കിയുള്ളൂ. നീ ഒറ്റയ്ക്കൂടെ കഴിയുമ്പോ ഞാനിങ്ങനെ മനസ്സ് മാത്രം വിദേശത്ത് കഴിയും. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. നാളത്തെ ഫ്ലൈറ്റിൽ കാനഡയ്ക്ക് പോകണം. എനിക്ക് നിനക്കും വേറെ പേരിൽ പാസ്പോർട്ടും വിസ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എത്രയും വേഗം രക്ഷപ്പെടണം. ഓക്കെ? ഇനി ഒരിക്കലും നീ എന്നെ കണ്ടുമുട്ടുമെന്ന് കരുതിയില്ല അല്ലേ? ഹലോ ഹലോ ഹലോ. ആർക്കാണ് ഫോൺ ചെയ്യുന്നത്? പോലീസിനോ? ധൈര്യമായിട്ട് വിളിക്കും. എന്നെക്കാളേറെ നിന്നെ കാണാനായിരിക്കും അവർക്ക് താല്പര്യം. എന്താ വിളിക്കുന്നില്ലേ? എടാ, എന്റെ ഭാര്യയെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്ന, എന്റെ കുഞ്ഞിനെ കായലിലെറിഞ്ഞു കൊന്ന നിന്റെ 2 അനുജന്മാരെയും ഞാൻ കൊന്നു. നിന്റെ കണക്ക് കൂടെ തീരുമ്പോൾ പകയുടെ ഒരു അധ്യായം അവസാനിക്കുമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എന്റെ വലയിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളെ കൂടിയാണ് വീണ് കിട്ടിയത്. നീ മരിച്ചുവെന്ന് തെളിവുണ്ടാക്കി പോലീസിനെയും നിയമത്തെയും നിനക്ക് കബളിപ്പിക്കാൻ സാധിച്ചേക്കും. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പറയും, എങ്ങനെയാണ് നീ എന്നെ കൊലയാളിയാക്കിയത്? പറയണം. അത് ഞാൻ പറയാം. ഈ ഭരതത്തിൽ നിന്നാണ് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തെന്ന് നിനക്കെങ്ങനെ അറിയാം?
ഭരതനെ രവീന്ദ്രൻ കീഴടക്കുന്ന ചോദ്യം ചെയ്യുന്ന ഞാൻ നേരിട്ട് കണ്ടതാ. നിന്റെ അന്നിട്ട ശവം എവിടെ? ചിലപ്പോ പേടിച്ച് ഒളിച്ചടക്കായിരിക്കും. ബ്ലഡി ബാസ്റ്റർ. അവനെ നമുക്കൊരു പാഠം പഠിപ്പിച്ചേ മതിയാവും. Arrest him. No, you can't arrest me. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മനുഷ്യനെ കൊന്ന കുറ്റത്തിന് ഇതേ കോടതിയിൽ വെച്ച് അങ്ങ് തന്നെയാണ് എന്നെ ശിക്ഷിച്ചത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അങ്ങയോട് 100 തവണ ഞാൻ കെഞ്ചി പറഞ്ഞു. അന്നങ്ങത് ചെവിക്കൊണ്ടില്ല. തെളിവുകളെല്ലാം എനിക്കെതിരായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ വെച്ച്, നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ മനുഷ്യനെ ഞാൻ കൊന്നു. ഏത് നിയമം വെച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്യും? ഒരു മനുഷ്യനെ കൊന്ന കുറ്റത്തിന് 2 തവണ ഒരാളെ ശിക്ഷിക്കാൻ നിങ്ങളുടെ നിയമത്തിന് കഴിയുമോ? Can the law catch me again for the same crime for which I have suffered 9 long years in the jail? രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച കർത്തവ്യനിരതമായ ഒരു കസ്റ്റംസ് ഓഫീസറായിരുന്നു ഞാൻ. രാജ്യദ്രോഹികളെ വേട്ടയാടിയ എന്റെ ഈ വെളുത്ത കുപ്പായത്തിൽ തങ്കപ്പഴക്കം അണിയിക്കേണ്ടതിന് പകരം നിങ്ങളുടെ നിയമം എന്നെ കുറ്റവാളി എന്ന് മുദ്രകുത്തി. നിയമം ചിലപ്പോൾ എന്നെ വെറുതെ വിട്ടേക്കാം. പക്ഷേ നഷ്ടപ്പെട്ടു പോയ എന്റെ 9 വർഷങ്ങൾ നിങ്ങളുടെ നിയമത്തിന് തിരിച്ചു തരാൻ കഴിയുമോ? എന്റെ യൗവനം, എന്റെ ഭാര്യ,
എന്റെ കുഞ്ഞ്, എന്റെ ജീവിതം, എന്റെ എല്ലാം. Can you give me back?